എഴുന്നേക്കാൻ കുറച്ച് താമസിച്ച് 6:30 7 മണി ആവാറായി. സോ രാവിലെ കുളിച്ച് പൊങ്കാലിടുന്ന സ്ഥലത്തേക്ക് പോകണം. മൂക്ക് ഭയങ്കരമായിട്ട് മൂക്കടപ്പുണ്ട്. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഞാൻ ശ്വാസം കിട്ടാനാണ് എണീറ്റത്. അമ്മാതിരി രീതിക്ക് മൂക്കടപ്പുണ്ട്. പോയി കുളിച്ച് ഒരുങ്ങി സെറ്റായിട്ട് വരാം. സെറ്റ് സാരി ഉടുക്കാനോ എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ സെറ്റ് സാരി കറക്റ്റായിട്ട് ഉടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. ഇപ്പം സമയമായി ഒരു 8 മണി 8:30 ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. സെറ്റ് സാരി ഉടുത്ത് സെറ്റായില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ചുരിദാറിലേക്ക് തന്നെ കയറും. അപ്പോൾ റെഡിയായിട്ട് വരാം ഗൈസ്. ബൈ. അങ്ങനെ റെഡിയായി. സെറ്റ് സാരി ഉടുക്കാമെന്ന് വിചാരിച്ച് കയറി. പക്ഷെ സെറ്റ് സാരി ഉടുക്കുന്നതൊന്നും കറക്റ്റ് ആയില്ല. പിന്നെ ദിവ്യ ചേച്ചിയുടെ അടുത്ത് പോയി ഈ സാരി ഉടുത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്. ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. തലയിൽ എന്താ ഇങ്ങനെയാണ് തല കെട്ടിയത്. ഇല്ലെങ്കിൽ ഉച്ചയൊക്കെ ആകുമ്പോൾ എൻ്റെ തല ഭ്രാന്തി പോലെ ആവും. അതുകൊണ്ട് ഞാൻ നേരത്തെ ഇങ്ങനെ കെട്ടി. അങ്ങനെ ചൂട്ടും കൊതുവും പാത്രമെല്ലാമായിട്ട് ഞങ്ങൾ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എല്ലാ ഭക്തജനങ്ങളും ഭക്തി സാന്ദ്രമായി പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾക്കാലം പൊങ്കാല കലത്തിലേക്ക് തീ പകരുന്നതാണ്. അങ്ങനെ ശ്രീനിധി തണ്ണിമത്തൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീനിധി മാത്രമല്ല ഞാനും ഭയങ്കരമായിട്ട് കുറേ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വലിയ ആറ്റുകാല് അടുത്ത് പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അവിടം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി അവിടെ ആ അടുപ്പ് തെളിയിക്കുന്നിടത്ത് നിന്ന് അടുപ്പൊക്കെ കത്തിച്ച് കുറച്ച് കഴിഞ്ഞത് ഞാൻ വിചാരിച്ചു ഒന്ന് അമ്പലത്തിൻ്റെ അവിടം വരെ പോവാം, അവിടെ പൊങ്കാലയൊക്കെ ഇങ്ങനെ ഉണ്ട് എന്നൊന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നടന്ന് ആറ്റുകാൽ അമ്പലത്തിൻ്റെ അവിടെ എത്തി. ഭക്തി സാന്ദ്രമായിരുന്നു ഗൈസ്. ഭയങ്കര വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്ന്. അകത്തേക്ക് പുരുഷന്മാരൊന്നും കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല, സ്ത്രീകൾക്ക് മാത്രമായിരുന്നു പ്രവേശനം. അങ്ങനെ ഞങ്ങൾ കയറി. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കയറി തൊഴുതു ഇറങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പൊങ്കാല ദിവസം തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ആറ്റുകാൽ അമ്പലത്തിൽ കയറി ദേവിയെ ദർശനം നടത്തുന്നത്. ഇല്ലാതെ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് സത്യത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. കാരണം ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇന്ന് കയറാൻ പറ്റുമെന്ന്. അങ്ങനെ അതിൻ്റെ സന്തോഷമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പക്ഷേ ആ ബാക്കിലെ ബോക്സിൻ്റെയൊക്കെ സൗണ്ട് കാരണം ഞാൻ പറയുന്നതൊന്നും ഒറിജിനൽ വീഡിയോ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് നേരെ പിന്നെ ദിവ്യ ചേച്ചിയുടെ അവിടെ എത്തി. റോഡൊക്കെ കുറേ സൈഡിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ചുറ്റിക്കറങ്ങിയൊക്കെയാണ് അവിടെ നിന്ന് ഇവിടെയൊക്കെ എത്തുന്നത്. പിന്നെ പൊങ്കാല കഴിഞ്ഞിട്ട് തളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇങ്ങനെയൊക്കെയോ ഞെരുങ്ങി വീട്ടിൽ വന്നു. പോകുന്ന വഴിക്ക് ഫ്രൂട്ടിയും സിപ്പപ്പും ഐസ്ക്രീമും പഴവും തണ്ണിമത്തനും ഒക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഇടവിട്ട് ചേച്ചി വാങ്ങിച്ച് വീട്ടിലെത്തി. എന്നെ ഇങ്ങനെ കുറ്റം പറയുവാണ്, ഞാൻ വണ്ടി ഓടിച്ച് ശരിയായില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഒന്ന് വട്ടത്തിലിരുന്ന് ചിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തൃപ്തിയായിട്ട് ഞാൻ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങാൻ പോകണം ഗൈസ്. അപ്പോൾ ബൈ.